ഈ കോഴിയെ ഡെയിലി മരത്തിൻ്റെ മുകളിലും ഷീറ്റിന് മുകളിലും നിൽക്കുക. ഒരു മാസത്തോളം എന്നിട്ട് കളിപ്പിച്ചു. അപ്പോൾ 2 ദിവസത്തേക്ക് എനിക്ക് സമയം കിട്ടിയില്ല ഈ ഭാഗത്തേക്ക് നോക്കാൻ. അപ്പോൾ ഒരു ദിവസം കൊണ്ട് കൂട്ടിനുള്ളിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കുക. അപ്പോൾ തൊട്ടാലൊന്നും അനങ്ങുന്നില്ല. അപ്പോൾ എടുത്തു നോക്കുമ്പോൾ കാട്ടൊക്കെ ഒരു വെള്ള കളർ വരിക. ഈ കുമ്മായം വെള്ളത്തിൽ കളിക്കില്ലേ അതേപോലെ. ഇതിൻ്റെ 3 ലക്ഷണമാട്ടോ കണ്ടത്. ഒന്ന് നടക്കാൻ വയ്യാണ്ട് വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, നടക്കാൻ വയ്യാണ്ട് ഇങ്ങനെ തന്നെ കിടക്കുക, നൊണ്ടി നടക്കുക. പിന്നെ കാട്ടും വെള്ള കളർ വരിക. ഇത് 3 കാണുമ്പോൾ ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾ, വേപ്പിൻ്റെ ഇല അരച്ചിട്ട് 2 നേരം വായിൽ വലിയ ഉരുളിയാക്കിയിട്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ 2 ദിവസം വെള്ളം ഒഴിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ തുപ്പിക്കളയും. പിന്നെ മരുന്ന് കൊടുത്ത് 2ാമത്തെ ദിവസം ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങും കുറേശ്ശെ. അപ്പോൾ ഒരാഴ്ച ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുക. അപ്പോൾ പിടിച്ച് നോക്കുമ്പോൾ വെയിറ്റൊക്കെ വന്നിട്ടുണ്ട്. പിടിക്കാൻ നോക്കുമ്പോൾ അതാ ഓടുന്നത്. അതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണം. പിടിക്കാൻ പോകുമ്പോൾ ഓടുന്നത് മുട്ടയിടാൻ തുടങ്ങി. പിന്നെ രാത്രി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? വെളുത്തുള്ളി വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് ആ വെള്ളം കുടിക്കാൻ കൊടുക്കുന്നതിൽ ഒഴിച്ചു കൊടുക്കണം. അത് എല്ലാ കോഴികൾക്കും കൊടുക്കുക. പിന്നെ ഒരാഴ്ചത്തേക്ക് മാറ്റി നിർത്തണം. ഈ കോഴീൻ്റെ കൂടെ ഇടാൻ പാടില്ല കേട്ടോ. ഇതിനും കൂടി വരും. ഇത് ഞാൻ നോക്കായിട്ടല്ല. ഈ 1 മാസത്തോളം ഈ മഞ്ഞ് കൊണ്ടിരുന്നിട്ടേ വൈകുന്നേരം മുതൽ രാവിലെ വരെ ഷീറ്റിന് മുകളിലല്ലേ അങ്ങനെ മഞ്ഞ് കെട്ടിയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇതാ ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. ഓക്കെ. ഈ കോഴിയെ ഡെയിലി മരത്തിൻ്റെ മുകളിലും ഷീറ്റിന് മുകളിലും നിൽക്കുക. 1 മാസത്തോളം എന്നിട്ട് കളിപ്പിച്ചു. അപ്പോൾ 2 ദിവസത്തേക്ക് എനിക്ക് സമയം കിട്ടിയില്ല ഈ ഭാഗത്തേക്ക് നോക്കാൻ. അപ്പോൾ ഒരു ദിവസം കൊണ്ട് കൂട്ടിനുള്ളിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കുക. അപ്പോൾ തൊട്ടാലൊന്നും അനങ്ങുന്നില്ല. അപ്പോൾ എടുത്തു നോക്കുമ്പോൾ കാട്ടൊക്കെ ഒരു വെള്ള കളർ വരിക. ഈ കുമ്മായം വെള്ളത്തിൽ കളിക്കില്ലേ അതേപോലെ. ഇതിൻ്റെ 3 ലക്ഷണമാട്ടോ കണ്ടത്. ഒന്ന് നടക്കാൻ വയ്യാണ്ട് വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, നടക്കാൻ വയ്യാണ്ട് ഇങ്ങനെ തന്നെ കിടക്കുക, നൊണ്ടി നടക്കുക. പിന്നെ കാട്ടും വെള്ള കളർ വരിക. ഇത് 3 കാണുമ്പോൾ ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾ, വേപ്പിൻ്റെ ഇല അരച്ചിട്ട് 2 നേരം വായിൽ വലിയ ഉരുളിയാക്കിയിട്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ 2 ദിവസം വെള്ളം ഒഴിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ തുപ്പിക്കളയും. പിന്നെ മരുന്ന് കൊടുത്ത് 2ാമത്തെ ദിവസം ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങും കുറേശ്ശെ. അപ്പോൾ ഒരാഴ്ച ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുക. അപ്പോൾ പിടിച്ച് നോക്കുമ്പോൾ വെയിറ്റൊക്കെ വന്നിട്ടുണ്ട്. പിടിക്കാൻ നോക്കുമ്പോൾ അതാ ഓടുന്നത്. അതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണം. പിടിക്കാൻ പോകുമ്പോൾ ഓടുന്നത് മുട്ടയിടാൻ തുടങ്ങി. പിന്നെ രാത്രി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? വെളുത്തുള്ളി വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് ആ വെള്ളം കുടിക്കാൻ കൊടുക്കുന്നതിൽ ഒഴിച്ചു കൊടുക്കണം. അത് എല്ലാ കോഴികൾക്കും കൊടുക്കുക. പിന്നെ ഒരാഴ്ചത്തേക്ക് മാറ്റി നിർത്തണം. ഈ കോഴീൻ്റെ കൂടെ ഇടാൻ പാടില്ല കേട്ടോ. ഇതിനും കൂടി വരും. ഇത് ഞാൻ നോക്കായിട്ടല്ല. ഈ 1 മാസത്തോളം ഈ മഞ്ഞ് കൊണ്ടിരുന്നിട്ടേ വൈകുന്നേരം മുതൽ രാവിലെ വരെ ഷീറ്റിന് മുകളിലല്ലേ അങ്ങനെ മഞ്ഞ് കെട്ടിയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇതാ ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. ഓക്കെ.